എൻ്റെ പേര് ഹണി, ഇതെൻ്റെ ഭർത്താവ് ബിനു, മക്കൾ ആൻ, അന്ന. ഞങ്ങളിവിടെ ചങ്ങനാശ്ശേരി മെട്രോപൊളിറ്റൻ ഇടവകാംഗമാണ്. ഞങ്ങൾ ഫാമിലിയായിട്ട് ദുബായിലാണ് താമസിക്കുന്നത്. ഈ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കുടുംബം ഒന്നടക്കം വന്നു നിന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം തന്നതിനോർത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ 2022 നവംബർ 1 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് പ്രത്യേകമായി അമ്മ നൽകിയ അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ പ്രൊഫഷണലി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അതിനുശേഷം ഞാൻ CPA USA എന്നുള്ള കോഴ്സ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. 2023 ഡിസംബറിലാണ് എൻ്റെ ലാസ്റ്റ് എക്സാം ആയത്. പക്ഷേ 2024 തൊട്ട് അത് പുതിയ സിലബസിലേക്ക് മാറുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ലാസ്റ്റ് എക്സാം 23 തീർന്നില്ല എങ്കിൽ 2024 ഞാൻ പുതിയ സിലബസിൽ രജിസ്റ്റർ ചെയ്ത് 1 വർഷം കൂടി ഞാൻ പഠിക്കണമായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് ഞാൻ 2023 ഡേറ്റ് നോക്കിയിട്ട് എനിക്ക് ലാസ്റ്റ് എക്സാമിന് എന്ത് ചെയ്താൽ ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു. ലാസ്റ്റ് ചാൻസ് ആയ കാരണം ഓൺലൈനെല്ലാം ഫുള്ളായിരുന്നു ബുക്കിംഗ്. അവസാനം ഞാൻ മാതാവിനോട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത്ഭുതകരമായി 3 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്കൊരു ഡേറ്റ് കിട്ടുകയും ആ പരീക്ഷ ഞാൻ പാസ്സാവുകയും 2023 തന്നെ CPA USA എന്നുള്ള കോഴ്സ് എൻ്റെ കംപ്ലീറ്റ് ആക്കാനും സാധിച്ചു. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഈ കോഴ്സ് ചെയ്യുന്നതിനായിട്ട് ദുബായിലുള്ള എൻ്റെ ജോലി വിട്ടിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. ഇതിന് ശേഷം ഞാൻ രണ്ടാമത് പുതിയൊരു ജോലിക്കായി ശ്രമിച്ചപ്പോൾ എൻ്റെ പ്രതീക്ഷ പെട്ടെന്ന് തന്നെ ജോലി കിട്ടുമെന്നായിരുന്നു. ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ള കാരണം പെട്ടെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ല. വളരെ സമയമെടുത്തു. അവസാനം എനിക്ക് 2024 ഒക്ടോബറിൽ ജപമാല റാലി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ അതിന് പങ്കെടുക്കുന്നതിന് മുമ്പായിട്ടെങ്കിലും എനിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ 1 ദിവസത്തിനായിട്ടെങ്കിലും ഞാൻ നാട്ടിൽ വന്ന് ജപമാല റാലിയിൽ പങ്കെടുത്തോളാമെന്ന് മാതാവിനോട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ജപമാല റാലിയുടെ തലേ ദിവസം എനിക്ക് ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ ഓഫർ ലെറ്റർ കിട്ടുകയും അന്ന് തന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പിറ്റേ ദിവസം മോർണിംഗ് ഇവിടെ വന്ന് ജപമാല റാലിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. തിരിച്ച് ചെന്നിട്ട് ഞാൻ പുതിയ ജോലിയിൽ പ്രവേശിച്ചു. ഇതുവരെ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്, ഞങ്ങൾ ദുബായിലായ കാരണം ഞങ്ങൾ ഇവിടുന്ന് പത്രം കൊണ്ട് പോകാറുണ്ടായിരുന്നു. പോരാത്തതിന് ഞങ്ങളുടെ പരിചയത്തിൽ അങ്ങനെ ആരെങ്കിലും വരുന്നെങ്കിൽ അവരോടും പത്രം കൊണ്ടുവന്ന് ഞാൻ അവിടെ വിതരണം ചെയ്യുമായിരുന്നു. കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത്, ഞങ്ങളവിടെ സാമ്പത്തിക സഹായം കൊടുക്കുമായിരുന്നു. അവിടെയുള്ളവർക്കായാലും ഭക്ഷണം വാങ്ങിക്കൊടുക്കും. ഇവിടെ നാട്ടിലായാലും ഓർഫനേജുകളിലും അതുപോലെ ഇങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ സാമ്പത്തികമായി വയ്യാത്ത ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെയും സാമ്പത്തിക സഹായം നൽകി പോരാറുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത്, പ്രാർത്ഥനയുടെ മൂല്യം ശരിക്കും തിരിച്ചറിഞ്ഞു. കുടുംബ പ്രാർത്ഥനയെല്ലാം മുടക്കം വരുത്താതെ മാതാവിനെ ഇവിടെ മുട്ടിപ്പായിട്ട് ചേർന്നു. പണ്ട് മാതാവിനോട് ഇഷ്ടമായിരുന്നെങ്കിൽ കൂടി ഇപ്പോഴാണ് മാതാവിൻ്റെ ഒരു പ്രത്യേകമായ വില തിരിച്ചറിയുന്നത്. ജീവിതത്തിൽ ഓരോ ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങൾ വരെ മാതാവിനോട് ചോദിച്ചിട്ട് ചെയ്യുന്ന ഒരു ശീലം എനിക്കും എൻ്റെ കുടുംബത്തിനും വന്നു. ഇതുവരെ എൻ്റെ ജീവിതത്തിലും എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. തോബിത്തിൻ്റെ പുസ്തകം 4:19. ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക, നിൻ്റെ പാതകൾ നേരെയാകുവാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക. കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത്. അവിടുന്ന് എളിമപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നവനെ അങ്ങനെ ചെയ്യുന്നു. അതിനാൽ മകനെ, എൻ്റെ കൽപ്പനകൾ അനുസ്മരിക്കുക, അവ നിൻ്റെ മനസ്സിൽ നിന്ന് പോകുവാൻ അനുവദിക്കരുത്. ഹണി ആൻ്റണി എന്ന ഈ സഹോദരി തൻ്റെ വിദേശത്തുള്ള പ്രൊഫഷണൽ കോഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള പരീക്ഷകളിൽ പങ്കെടുക്കുമ്പോൾ സിലബസ് മാറുന്നതുകൊണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആ വർഷത്തെ പരീക്ഷ എഴുതി പൂർത്തീകരിച്ചാൽ മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങൾ നന്നായി പോകുമായിരുന്നുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും പുതിയ സിലബസ് പഠിച്ച് പരീക്ഷ എഴുതേണ്ട സാഹചര്യങ്ങൾ വരുമായിരുന്നു. CA തന്നെ ഏറ്റവും ക്ലേശകരമായ ഒരു പഠന മേഖലയാണെന്ന് നമുക്കറിയാം. ആ മേഖലയിൽ തന്നെ വരുന്ന പുതിയ സിലബസ് അത് വിശാലവും കൂടുതൽ ശ്രമകരമായ അധ്വാനവും ആവശ്യമുള്ളതാണെന്ന് നമുക്കറിയാം. അവിടെയാണ് മകൾ ആ നിയോഗം സമർപ്പിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ അരികിൽ പ്രാർത്ഥിക്കുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 3-4 ദിവസം കൊണ്ട് തന്നെ ആ ഡിസംബർ മാസം സമയം അവസാനിക്കുന്നതിൻ്റെ ആ സമയത്ത് തന്നെ ആ കോഴ്സിനുള്ള ആ പരീക്ഷയ്ക്ക് വേണ്ടുന്ന ഡേറ്റ് കണ്ടെത്തി നൽകുകയും അതോടെ മകൾ ആ പരീക്ഷ എഴുതി വിജയിച്ച് മകൾ പഠിച്ച സ്കൂളിൽ പഠിച്ച സിലബസിൽ തന്നെ ആ പരീക്ഷ എഴുതി വിജയിക്കുവാനും സമയനഷ്ടമില്ലാതെ ജോലിയിലേക്ക് പ്രവേശിക്കുവാനുമുള്ള വഴികൾ അമ്മ മാതാവ് തുറന്നു കൊടുത്തു. ഉണ്ടായിരുന്നൊരു ജോലി നഷ്ടപ്പെടുത്തി മറ്റൊന്നിനു വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സാഹചര്യവും രണ്ടാമത്തെ സാക്ഷ്യത്തിന് മകൾ പറയുന്നുണ്ടായിരുന്നു.
അതും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാം ക്രമീകരിച്ച് ആഗ്രഹിക്കുന്നത് പോലെ റെപ്യൂട്ടഡായ ഫേമിൽ തന്നെ ഒരു ജോലി കണ്ടെത്തുവാനും അവിടെ ഇൻഡക്റ്റ് ആകുവാനും സഹോദരിക്ക് സാധിച്ചു. അതിനെയും സന്തോഷത്തോടും നന്ദിയോടും കൂടി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിക്കുന്നു. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഈ മകളുടെ ജീവിതത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യങ്ങളെയും മകളുടെ ഉടമ്പടി ജീവിതത്തിലുള്ള വിശ്വസ്തതയും അത് കണ്ടുകൊണ്ട് തന്നെ യാതൊരു തടസ്സവും ഉണ്ടാവാതെ, ക്ലേശങ്ങളൊന്നും ഉണ്ടാവാതെ ഭാരങ്ങളെല്ലാം ലഘൂകരിച്ചു കൊടുത്ത് പരീക്ഷയ്ക്കുള്ള ഡേറ്റും വിജയവും അതോടൊപ്പം ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴികളും മാർഗവും നന്നാക്കി മകൾക്ക് അനുവദിച്ച് നൽകുകയും അതുവഴി കുടുംബത്തെ കൂടുതൽ സുരക്ഷിതമാക്കി നിലനിർത്തുകയും ചെയ്തു. മകൾ പറയുന്നുണ്ട്, അത് ഒരു ദിവസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കഴിഞ്ഞ വർഷത്തെ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നു. അത് ജീവിത പങ്കാളിയോട് ചോദിച്ചത് അത് മാത്രമാണ്, ഞാൻ ജപമാല റാലിക്ക് പങ്കെടുക്കുവാൻ ഒന്ന് കേരളം വരെ ഒന്ന് തിരിച്ചു പോയിക്കോട്ടെ എന്ന്. അപ്പോൾ പങ്കാളി പറഞ്ഞ ഒരേ ഒരു കാര്യം, ഓഫർ ലെറ്ററെങ്കിലും നിനക്ക് കിട്ടിയാൽ വന്ന് പൊയ്ക്കോളാൻ പറയുന്നു. 26-ാം തീയതി ജപമാല റാലി, 24-ാം തീയതി ഓഫർ ലെറ്റർ കിട്ടുന്നു. ആ 24-ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് 25-ന് നാട്ടിലെത്തി ജപമാല റാലിയിൽ പങ്കെടുത്ത് തിരികെ പോകുന്നു. അമ്മയുടെ അരികിലേക്ക് ആഗ്രഹത്തോടെ ശരണത്തോടെ ഒരു നിയോഗം സമർപ്പിച്ചാൽ ഏത് കാര്യവും എത്ര പ്രയാസമേറിയതും നിമിഷങ്ങൾക്കുള്ളിൽ അനുവദിച്ച് നൽകി അമ്മയോടൊപ്പം സഞ്ചരിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് അമ്മ എപ്പോഴും വഴികളെ സുഗമമാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവത്തിന് നമ്മളെ വിശ്വാസത്തിലെടുക്കുവാൻ പറ്റും വിധം നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങൾക്ക് കൊടുക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഒരനുഗ്രഹം നമുക്ക് നൽകിയാൽ അത് ദൈവത്തിന് ഉപകാരമുണ്ടാകും, മനുഷ്യർക്ക് ഉപകാരമുണ്ടാകും, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടാവുക എന്നുള്ളതാണ് ഇന്ന് നാം കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ളതാണ്. നമ്മുടെ ഉടമ്പടി ജീവിതം ദൈവത്തിന് ഉപകാരമുള്ളൊരു ജീവിതമായി നമ്മുടെ ജീവിതത്തെ മാറ്റുവാനുള്ളതാണ്. അപ്രകാരം നമ്മുടെയും ഉടമ്പടിയുടെ സാക്ഷികളായി, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി നാം പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ അനുഗ്രഹിച്ച് നൽകി നമ്മളെ സഹായിക്കണമേ എന്ന് അമ്മ മാതാവിനോടും ഈശ്വരോട് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.